ഇറാനിലെ ജനങ്ങൾ ഇസ്ലാം മതം വിട്ട് പൂർവിക മതമായ സൊറാസ്ട്രിയൻ മതത്തിലേക്കും അല്ലെങ്കിൽ നിരീശ്വരവാദികളായി തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇറാനിലെ പേർഷ്യൻ സംസ്കാരത്തിന്റെ ആത്മാവാണ് സൊറാസ്ട്രിയൻ മതം. 7-ാം നൂറ്റാണ്ടിൽ അറബ് ഇസ്ലാമിക സൈന്യം ഇറാനെ കീഴടക്കിയതോടെയാണ് സൊറാസ്ട്രിയൻ മതത്തിന് തിരിച്ചടി നേരിട്ടത്. നിർബന്ധിത മതപരിവർത്തനം, ജിസ്യ പോലുള്ള നികുതി ഈടാക്കൽ, സാമൂഹ്യമായുള്ള വിവേചനം തുടങ്ങിയവയിലൂടെയാണ് പേർഷ്യക്കാരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തത്. ഇതിന് തയ്യാറാകാതിരുന്ന ഒരു വിഭാഗം സാമൂഹികമായ വിവേചനങ്ങൾ നേരിട്ട് ഇന്നും ന്യൂനപക്ഷമായ ആ നാട്ടിൽ തുടരുന്നുണ്ട്. വലിയൊരു വിഭാഗം ആളുകൾ മതപീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അവർ പാഴ്സികൾ എന്ന പേരിലാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ഗുജറാത്തിലാണ് അവർ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പാഴ്സി സമൂഹം സാമ്പത്തിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വളരെയധികം സംഭാവന നൽകിയവരാണ്. ടാറ്റ, ഗോദ്രേജ് പോലുള്ള കുടുംബങ്ങളെ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. സൊറാസ്റ്റർ എന്ന പ്രവാചകനിലൂടെയാണ് സൊറാസ്ട്രിയൻ മതം ഉടലെടുക്കുന്നത്. അഹൂദ മസൂദയാണ് ഇവരുടെ ദൈവം. ഏകദൈവ വിശ്വാസം പുലർത്തുന്ന ഇവരുടെ ആരാധന അഗ്നിക്ഷേത്രങ്ങളിലാണ്. ഇവരുടെ വിശ്വാസം അനുസരിച്ച് അഗ്നി എന്നത് അഹൂറ മസ്തയുടെ പ്രകാശത്തെയും ശുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു. ഇറാനിൽ ഷിയ മുസ്ലിങ്ങളുടെ ആധിപത്യമാണുള്ളത്. ഇവർ ശരിയാ നിയമങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക മാത്രമല്ല, ഇവിടുത്തെ മതപണ്ഡിതന്മാർ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലും കടന്നുകയറ്റം നടത്തുന്നു. മതങ്ങളുടെ വേലിക്കെട്ടുകൾ തീർത്ത് ഇവർ ജനങ്ങളെ അങ്ങേയറ്റം വെറുപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇറാനിലെ 60% പള്ളികളും അടച്ചുപൂട്ടിക്കഴിഞ്ഞു. പുതിയ തലമുറയാണ് ഹിജാബിനെതിരെയും മതപണ്ഡിതന്മാർക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇവർ തങ്ങളുടെ വേരുകൾ തേടുകയും ചെയ്തതോടെയാണ് ഇസ്ലാമിൽ നിന്ന് സൊറാസ്ട്രിയൻ മതത്തിലേക്കുള്ള ഒഴുക്ക് കൂടിയത്.